ഐക്യരാഷ്ട്ര സംഘടന സംബന്ധിച്ച ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐക്യരാഷ്ട്ര സംഘടന ശരശയ്യയിലോ എന്ന വിഷയം അവതരിപ്പിക്കുന്നത് VR അജിത് കുമാർ. ഈ ചർച്ചയുടെ ഒന്നാം ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വഭാവം, സുരക്ഷാ കൗൺസിലിൻ്റെ ഏകാധിപത്യം, വീറ്റോ എന്ന കെണി എന്നീ വിഷയങ്ങളാണ്. രണ്ടാം ഭാഗത്ത് ചർച്ച ചെയ്തത് സുരക്ഷാ കൗൺസിൽ അംഗത്വത്തിന് ഇന്ത്യക്ക് തടസ്സമാകുന്നത് ആര്, ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രം, UN സെക്രട്ടറി ജനറലിൻ്റെ പങ്ക്, ചാർട്ടറിലെ പ്രധാന ആർട്ടിക്കിളുകൾ എന്നീ വിഷയങ്ങളാണ്. അവസാന എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് UN സഹസ്ഥാപനങ്ങളുടെ ഭാവി, ട്രംപിൻ്റെ സമാധാന ബോർഡും UNൻ്റെ ഭാവിയും എന്നീ അതീവ ഗൗരവമേറിയ വിഷയങ്ങളാണ്. UN സഹസ്ഥാപനങ്ങളുടെ ഭാവി. സ്വതന്ത്ര ചുമതലയുള്ള UN സഹസ്ഥാപനങ്ങൾ ലോകാരോഗ്യ സംഘടന, യുനെസ്കോ, അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക്, ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടന എന്നിവയാണ്. ഇതിനു പുറമെ യുണിസെഫ്, UN വികസന പരിപാടി, ലോക ഭക്ഷ്യ പരിപാടി, UN പരിസ്ഥിതി പരിപാടി, UN ജനസംഖ്യാ ഫണ്ട്, അഭയാർത്ഥികൾക്കായുള്ള UN ഹൈക്കമ്മീഷണർ, പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ തൊഴിൽ ഏജൻസിയായ UNRWA, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, UN സ്ത്രീകൾ എന്നിങ്ങനെ 30-ലധികം അനുബന്ധ സംഘടനകളുണ്ട്. US UNന് $100 ബില്യൺ സഹായമാണ് നൽകി വന്നത്. ഇപ്പോൾ അതെല്ലാം കാര്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. ചില സ്ഥാപനങ്ങളിൽ നിന്നും പിന്മാറുകയും ചെയ്തു. നമ്മുടെ നടപടികളെ എതിർക്കുന്നവർക്ക് നമ്മൾ എന്തിന് പണം നൽകണം എന്നാണ് ട്രംപിൻ്റെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും US പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. സംഘടനയ്ക്ക് ഏറ്റവും അധികം ഫണ്ട് നൽകിയിരുന്നത് അമേരിക്കയാണ്. അവികസിത രാജ്യങ്ങളിലെ പകർച്ചവ്യാധി നിർമ്മാർജ്ജന പദ്ധതികളെ ഇത് സാരമായി ബാധിക്കും എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. US ആരോഗ്യ വിദഗ്ധരുടെ സേവനവും ഇനി ഇതിനായി ലഭിക്കില്ല. 78 വർഷത്തെ പങ്കാളിത്തമാണ് ഇതോടെ അവസാനിച്ചത്. പ്രതിവർഷം ശരാശരി $11.1 കോടി അമേരിക്ക നൽകിയിരുന്നത്. പുറമെ US സന്നദ്ധ സംഘടനകളും വ്യക്തികളും ചേർന്ന് $57 കോടി സംഭാവന നൽകിയിരുന്നു. കോവിഡിനെതിരായ പ്രതിരോധത്തിലും ഉറവിടം കണ്ടെത്തുന്നതിലും ലോകാരോഗ്യ സംഘടന വരുത്തിയ ഗുരുതര വീഴ്ചകളാണ് അമേരിക്കയുടെ പിന്മാറ്റത്തിന് പ്രധാന കാരണം. ചൈനയ്ക്ക് ലോകാരോഗ്യ സംഘടനയിൽ മേൽക്കൈയുണ്ടെന്നും സത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ചുവെന്നും അഭ്യൂഹം നിലനിൽക്കുന്നു. UN മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും യുനെസ്കോയിൽ നിന്നും അമേരിക്ക നേരത്തെ തന്നെ പിന്മാറിയിരുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെയും US പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല. എല്ലാ രാജ്യത്തെയും പൗരന്മാരുടെ മേൽ സാർവത്രികമായ അധികാര പരിധിയുണ്ട് അന്താരാഷ്ട്ര കോടതിക്ക് എന്നതിനെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറല്ല. തിരഞ്ഞെടുക്കപ്പെടാത്ത ആഗോള ബ്യൂറോക്രസിക്ക് അമേരിക്കയുടെ പരമാധികാരം ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. UN ഇൻ്ററിം ഫോഴ്സ് ഇൻ ലെബനനെതിരെയും ആരോപണമുയർന്നിട്ടുണ്ട്. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000 സമാധാന സേനാംഗങ്ങളാണ് ഇതിലുള്ളത്. ഹെസ്ബുള്ള തീവ്രവാദികളിൽ നിന്നും തെക്കൻ ലെബനനെ മോചിപ്പിക്കാൻ ലെബനൻ സേനയെ സഹായിക്കുകയായിരുന്നു ലക്ഷ്യം.
എന്നാൽ 2006 മുതൽ ലെബനനും ഇസ്രയേലിനും ഇടയിൽ നിൽക്കുന്ന ഹെസ്ബുള്ള 1.5 ലക്ഷം റോക്കറ്റുകളും മിസൈലുകളും നിർമ്മിക്കുമ്പോൾ സമാധാന സേന നിസ്സഹായരായി നിന്നതും ഹെസ്ബുള്ള സമാധാന സേനയെ ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ UN ശ്രമങ്ങളെയും ഉപയോഗിക്കുന്ന ഫണ്ടിനെയും ദുർബലപ്പെടുത്തുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനുഷിക സേവനങ്ങൾ എത്തിക്കുക എന്ന ദൗത്യമുള്ള UNRWA എന്ന സ്ഥാപനത്തെ സംശയത്തോടെയാണ് ഇസ്രയേലും അമേരിക്കയും കണ്ടിരുന്നത്. അഭയാർത്ഥികൾക്ക് ഭക്ഷണവും തൊഴിലും എത്തിക്കാനായി തുടങ്ങിയ പ്രസ്ഥാനത്തിൽ ഹമാസ് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് ആരോപണം. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അക്രമത്തിലും കൂട്ടക്കൊലയിലും തട്ടിക്കൊണ്ടുപോകലിലും ഏജൻസി ജീവനക്കാർ പങ്കെടുത്തു എന്ന ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ഏജൻസിക്കുള്ള സഹായം US നിർത്തലാക്കിയെന്ന് മാത്രമല്ല, സുരക്ഷാ തടസ്സങ്ങൾ കാരണം 1 വർഷമായി ഉപയോഗിക്കാതിരുന്ന ഏജൻസിയുടെ ഓഫീസുകളും ഇസ്രയേൽ ഈയിടെ ഇടിച്ചു നിരത്തി. UN അഭയാർത്ഥികൾക്കായി അയച്ച ഭക്ഷ്യവസ്തുക്കൾ ഹമാസ് തട്ടിയെടുത്തതിൻ്റെ തെളിവുകളും ഇസ്രയേൽ ഹാജരാക്കി. ട്രംപിൻ്റെ നീക്കങ്ങൾ എപ്പോഴും UN-നെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. US എംബസി ജെറുസലേമിലേക്ക് മാറ്റിയപ്പോൾ UN-ൽ ഇതിനെതിരെ നടക്കാൻ പോകുന്ന വോട്ടിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ എന്ന ഒരു താക്കീതിൻ്റെ സ്വരമാണ് ട്രംപ് ഉയർത്തിയത്. UN അതിനെതിരെ കൊണ്ടുവന്ന പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്യുകയും ചെയ്തു. ട്രംപിൻ്റെ സമാധാന ബോർഡും UN-ൻ്റെ ഭാവി. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപാണ് നേതൃത്വം നൽകുന്നത് എന്ന സാഹചര്യത്തിൽ ഗാസ സമാധാന ബോർഡിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും തായ്ലൻഡ് കംബോഡിയ അതിർത്തി തർക്കം തീർക്കാനും അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദികളെ തകർക്കാനായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പാകിസ്ഥാനെ ഉപദേശിച്ചതും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും ട്രംപാണ്. വെനസ്വേലയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകെട്ടി ലോകത്തെ നിയന്ത്രിക്കുന്നത് താനാണ് എന്ന് വിളിച്ചു പറയുന്ന ട്രംപിൻ്റെ നേതൃത്വമാണ് പുതിയ പ്രസ്ഥാനത്തിനുള്ളത് എന്നത് ആകാംക്ഷ ജനിപ്പിക്കുന്നു. UN വെറും നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് ഈ ഇടപെടലുകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാന ബോർഡ് വരും കാലങ്ങളിൽ പ്രശ്നബാധിത ഇടങ്ങളിലെല്ലാം ഇടപെട്ട് അവിടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുകയും സ്ഥിരമായ ഇടപെടലിന് സൗകര്യമൊരുക്കുകയും ചെയ്താൽ ഇത് UN-നെ അപ്രസക്തമാക്കാനുള്ള സാധ്യത ഏറെയാണ്. UN-ൻ്റെ തുടക്കം 51 രാജ്യങ്ങളുമായിട്ടായിരുന്നെങ്കിൽ ഗാസ സമാധാന ബോർഡിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് 50 രാജ്യങ്ങൾക്കാണ്. തുടക്കത്തിൽ 30 രാജ്യങ്ങളെങ്കിലും ഇതിൻ്റെ ഭാഗമാകും എന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ഇത് ബ്രിക്സ്, ക്വാഡ്, ആസിയാൻ തുടങ്ങിയ കൂട്ടായ്മകൾ പോലെ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആരൊക്കെ കൂടെ കൂടിയാലും ഇല്ലെങ്കിലും ഇതൊരു അമേരിക്കൻ ചേരിയായി വളരാനുള്ള സാധ്യതയാണ് കാണുന്നത്. യുദ്ധത്തിന് പകരം സാമ്പത്തികമായി ക്ഷീണിപ്പിക്കുക എന്ന താരിഫ് തന്ത്രവും പുതിയതാണ്. യൂറോപ്യൻ യൂണിയനെ വെറുപ്പിക്കുകയും ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പനാമ കനാൽ അമേരിക്കയ്ക്ക് തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയും ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളെയും ആക്രമിക്കുകയും ചെയ്യുന്ന ട്രംപാണ് സമാധാന ബോർഡ് രൂപീകരിക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം. സമാധാന ബോർഡ് ഒരു ഏകാധിപതിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ്. അമേരിക്കയുടെയും ട്രംപിൻ്റെയും വാണിജ്യവും
ഭൂമിശാസ്ത്രപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇടമാകും ഇത് എന്നുറപ്പ്. ഒരുപക്ഷെ പുതിയ കാലത്തിൻ്റെ സമാധാന രൂപം ഇതാകാം. അത് സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സമാധാനമാകില്ല. പകരം അധികാരവും മുഷ്കും ഭീഷണിപ്പെടുത്തലും അടിച്ചമർത്തലും ചേരുന്ന സമാധാനമാകും ഉണ്ടാക്കുക. ഈ പ്രസ്ഥാനം അപകടകരമായ ഒരു ലോകം സൃഷ്ടിക്കും മുന്നേ ഐക്യരാഷ്ട്രസഭയെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അതിന് കഴിയാത്ത വിധമുള്ള അതിൻ്റെ ഘടന എങ്ങനെ മാറ്റാൻ കഴിയും എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. UN-ന് ഇന്ത്യ കൃത്യമായ വിഹിതം നൽകുമ്പോഴും അമേരിക്കയും ചൈനയും ആരാണ് വലുത് എന്ന തർക്കം നിലനിർത്തി ഫണ്ട് കൊടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ മേൽക്കോയ്മ അവർ സ്വയം അവസാനിപ്പിക്കുന്നതോടെ ചൈനയാകും ആ സ്പേസ് ഏറ്റെടുക്കുക. അതായത് UN അമേരിക്കയുടെ മേൽക്കോയ്മയിൽ നിന്നും ചൈനയുടെ മേൽക്കോയ്മയിലേക്ക് മാറും. അത് നിലവിലുള്ള സാഹചര്യത്തെക്കാളും അപകടകരമാകും എന്നതിൽ സംശയമില്ല. അമേരിക്ക ഫസ്റ്റ്, യൂറോപ്പ് ഫസ്റ്റ് എന്നൊക്കെയുള്ള മട്ടിൽ ലോകം വിശാലത കൈവിടുന്ന കുടിയേറ്റ വിരുദ്ധതയും ദേശീയവാദവും സംരക്ഷണവാദവും തരംഗമാകുന്ന ഇന്നത്തെ ലോകത്ത് UN ക്ഷീണിക്കുന്നത് അപകടകരമായ അവസ്ഥയാകും ഉയർത്തുക. സ്വാഭാവികമായും മനുഷ്യകുലത്തിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങാവുന്ന മൂന്നാം ലോക മഹായുദ്ധമാകും ഫലം. ട്രംപിൻ്റെ നയം ലോകത്തെ രണ്ടാക്കാനാണ്. ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരും ഞങ്ങളെ എതിർക്കുന്നവരും എന്നതാണ് ആ രണ്ട് ചേരികൾ. ഈ ബാന്ധവം ഇടയ്ക്കിടയ്ക്ക് മറിയേക്കാമെങ്കിലും ലോകം എപ്പോഴും രണ്ടായിരിക്കും. ട്രംപിൻ്റെ ഇസ്ലാമോഫോബിയയും UN-ൻ്റെ പ്രോ പാലസ്തീൻ നിലപാടും ഒരുപോലെ പ്രശ്നത്തെ വഷളാക്കുന്നുണ്ട്. 90,000 പട്ടാളക്കാർ മാത്രമുള്ള നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളിൽ കുഴഞ്ഞുകിടക്കുന്ന ബ്രിട്ടനും താരതമ്യേന ചെറുരാജ്യമായ ഫ്രാൻസും സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗങ്ങളായിരിക്കെ ഇന്ത്യയും ബ്രസീലും പുറത്തു നിൽക്കുന്നത് UN സുരക്ഷാ കൗൺസിലിന് പോലും നാണക്കേടാണ്. സ്ഥിരാംഗങ്ങളുടെ എണ്ണം ഭൂതന്ത്രപരമായി വർദ്ധിപ്പിച്ചാൽ ഇപ്പോഴത്തെ ബൈപ്പോളാർ സംവിധാനം മാറുമെന്ന് ഉറപ്പ്. ഇപ്പോൾ വീറ്റോ അധികാരമുള്ള റഷ്യയും ചൈനയും ഒരു ചേരിയിലും US-ഉം UK-യും ഫ്രാൻസും മറുചേരിയിലുമാണ് എന്ന് വ്യക്തം. ശീതയുദ്ധകാലം വീണ്ടും വന്നിരിക്കുന്നു. ചൈനയും US-ഉമാണ് പ്രധാനികളെന്ന് മാത്രം. സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ആകെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഉചിതമാകും. വീറ്റോ പ്രയോഗിക്കുന്ന പ്രമേയങ്ങൾ പൊതുസഭയിൽ വോട്ടിനിട്ട് ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുന്ന ജനാധിപത്യ സംവിധാനം വരണം. ലോകത്ത് ആഭ്യന്തര കലഹവും രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും യുദ്ധവും അവസാനിപ്പിക്കാനുള്ള എല്ലാ ചർച്ചകളിലും UN സുരക്ഷാ കൗൺസിലിൻ്റെ ഇടപെടൽ ശക്തമാക്കണം. ഇപ്പോൾ UN-ന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും സ്വതന്ത്രമാക്കുകയും പ്രത്യേകമായ സംവിധാനമാക്കി നിലനിർത്തിക്കൊണ്ട് UN-ൻ്റെ ഉത്തരവാദിത്തം ലോകസമാധാനവും രാജ്യങ്ങളുടെ ഐക്യവും എന്ന ഒറ്റ അജണ്ടയിലേക്ക് ചുരുക്കി കൃത്യമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനുള്ള കഴിവ് പ്രസ്ഥാനത്തിനുണ്ടാവണമെങ്കിൽ ഇന്ത്യയും ബ്രസീലും ജപ്പാനും ജർമ്മനിയും സ്ഥിരാംഗങ്ങളാകുന്നതിന് പുറമെ ആഫ്രിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും സാന്നിധ്യം കൂടി ഉണ്ടാവേണ്ടത് അടിയന്തരമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായും മരണമാകും പ്രസ്ഥാനത്തിനുണ്ടാവുക. പകരം അസമാധാനത്തിൻ്റെ പ്രതിനിധികളുണ്ടാക്കുന്ന സമാധാന ബോർഡാവും ലോകത്തെ നിയന്ത്രിക്കുക. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച അതീവ ദുരിതപൂർണവും ആശങ്കാജനകവുമായ സാഹചര്യത്തിൽ ലോകജനത ഭയപ്പെട്ടു നിൽക്കുമ്പോൾ UN സംബന്ധിച്ച ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ചർച്ചകൾ തുടരാം. നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിറഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ ഭാവിയെ സമീപിക്കാം. ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ജയ് ഹിന്ദ്.